ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി ഇവനെന്നും എന്റെ മകൻ തന്നെയാ. പല സ്ഥലത്തു നിന്നും പലതും എടുക്കേണ്ടി വരും. ചിലപ്പോ വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോ വെട്ടിയിട്ട തടിയെടുക്കുന്ന പണിയാ. അതെടുത്തു കഴിയുമ്പോ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും. ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോന്നു. രാഘവൻ നായർ ഇരുന്ന കസേരയിൽ പുതിയ രാജാവിരിക്കും. ആ രാജാവ് വേറാരുമല്ല, നീയാ, നീ. പക്ഷെ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ ശാലിനി ഒന്ന് അടക്കി നിർത്തണം. അതുവരെ നീ ഇവിടെ തന്നെ കാണണം രോഹിത്തെ. അവനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും. പക്ഷെ ശാലിനി, അവളാണ് പ്രശ്നം. വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയെന്ന് പറഞ്ഞാൽ അവൾ അടങ്ങുമോ? തീ കുരുത്തത് അവനും അവളും. ഭീഷണിയിലൊന്നും വീഴില്ല. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുനാളെ ജില്ലാ കളക്ടറുടെ കസേരയിൽ അവൾ ഇരിക്കരുത്. നോക്കട്ടെ, അതിനെന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചിറ്റപ്പൻ നോക്കിയ കാര്യം നടക്കും. ചിറ്റപ്പന്റെ കാര്യങ്ങൾ നടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്കിൽ വഴിയുണ്ട്, പക്ഷേ വളഞ്ഞ വഴിയാ. വളഞ്ഞതായാലും ചരിഞ്ഞതായാലും അവൾ ഒടിയണം. എന്നേക്കുമായി ഒടിഞ്ഞു കുത്തി വീഴണം. പാളരുത്. പാളിയ പണി പാളും. അത്രയ്ക്ക് തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് പോലീസ് ബുദ്ധിയാ മോളെ, ഇത് പാടില്ല. ശാലിനി വീണിരിക്കും. അതിനെ നിന്റെ ഈ ചിറ്റപ്പന്റെ ബുദ്ധി തന്നെയാണ് ഗ്യാരണ്ടി. കൽപ്പിച്ചുറപ്പിച്ചോ, കണക്ക് കൂട്ടി തീർപ്പ് കൽപ്പിച്ചോ. കളക്ടർക്കുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ശംഖുവിളി മുഴക്കേ വേണ്ടു. ഇനി അവൾ ഈ ഭൂമിയിൽ വേണ്ട. എന്താ സത്യം ഇത്? ഇതൊക്കെ ഇന്നലെ തീർത്തു വെക്കേണ്ടതല്ലേ? അമ്മയ്ക്ക് നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ ഓഫീസിൽ പോകാൻ പറ്റൂ? നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അമ്മ ഇത് ഇന്നലെ പറഞ്ഞതല്ല. ഇന്ന് രാവിലെ ടീച്ചർ ഇത് ചെയ്യണോന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിട്ടതാ. ആ, ഇങ്ങനെയൊക്കെ ടീച്ചർമാര് ചെയ്താ എന്താ ചെയ്യാ അല്ലേ? എന്റെ കൊച്ചിനിട്ട് ബുദ്ധിമുട്ടിക്കാന്നേ. ആര് പറഞ്ഞു? ടീച്ചർമാരൊക്കെ പറയുന്നതേ ഇവളാ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നെന്ന്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ എത്ര സമയം എന്റെ വെറുതെ കളഞ്ഞ്. ഓ, അമ്മയുടെ ഒരു കാര്യം. ഒന്നില്ലെങ്കിലും സ്വന്തം മോളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടിയല്ലേ. ഓ, അമ്മയെ പോലെ നല്ലൊരു ജോലി എനിക്കും വാങ്ങാൻ വേണ്ടിട്ടാ ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നേ. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? എന്റെ പൊന്നു ശാലിനി, നീ ഈ കൊച്ചിന്റെ കഷ്ടപ്പാട് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കടി. അമ്മ ഇവളെ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ഇതേ, ഈ ഹോംവർക്ക് ചെയ്ത് തീരുന്നത് വരെ എന്നെ പിടിച്ചു നിർത്താനുള്ള ഇവളുടെ അടവാ. ഈ സംസാരത്തിൽ കാണിക്കുന്ന മിടുക്കേ പഠിത്ത കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആയേനെ. അപ്പൊ അമ്മ അതറിഞ്ഞില്ലേ? ഞാനിപ്പോ ക്ലാസ്സിൽ ഫസ്റ്റാ. ആ, ശരി ശരി, പെട്ടെന്ന് എഴുതി തീർക്ക്. ഇനി താമസിക്കാൻ പറ്റില്ല. ദേ അമ്മയ്ക്ക് പോണം. വേഗം എഴുത്. ആ, പിന്നെ അമ്മേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവേട്ടന് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്താ ഇന്നെന്താ പ്രത്യേകത? അമ്മ, ഇന്നു മുതലാ വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്ന ആദ്യ ദിവസമല്ലേ. എനിക്കാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിൽ ഒരു താല്പര്യമില്ല. കാരണം അതിനും മാത്രം റിസ്ക് ഉള്ളൊരു പണിയാ. അതെ, ഇപ്പൊ എന്നെ പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി സംസാരിച്ച് നിൽക്കുകയാണോ? ആഹാ, ഓ, ഇപ്പൊ സമയമൊന്നും പോകുന്നില്ലല്ലേ? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നിന്റെ അല്ലേ മോള്.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ടാറ്റാ. ടാറ്റ. അമ്മേ വഴിപാട് ഞാൻ കഴിപ്പിച്ചോളാം, നീ പോയിട്ട് വാ. ആ ഒന്ന് വേഗം വന്നേ അമ്മേ, ഇങ്ങനെ താമസിപ്പിക്കല്ലേ. ഓ, വരുന്നു അമ്മേ. ശരി, വഴിപാടിന്റെ കാര്യം മറക്കല്ലേ. ഞാനത് മറക്കുവോ മോളെ, നീ പോയിട്ട് വാ. ശരി. എന്റെ ദേവി, ഈ ജോലിയിലൂടെ എന്റെ മോന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കണേ. വിഷ്ണു, ലോറികളെല്ലാം എനിക്ക് എന്റെ മക്കളെ പോലെയാ. മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിയുന്നൊരു ബാപ്പ. ഞാൻ എന്റെ ഒരു മകനെ നിന്നെ ഏൽപ്പിക്കുക. ദാ, കാത്തു സൂക്ഷിച്ചോണം. ഈശ്വര, സുബേർക്കയുടെ ഈ മകനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ നോക്കിക്കൊള്ളാം. ഇനി ഇവനെന്നും എന്റെ മകൻ തന്നെയാ. പല സ്ഥലത്തു നിന്നും പലതും എടുക്കേണ്ടി വരും. ചിലപ്പോ വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോ വെട്ടിയിട്ട തടിയെടുക്കുന്ന പണിയാ. അതെടുത്തു കഴിയുമ്പോ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും. ഓട്ടത്തിനനുസരിച്ചുള്ള കൂലി ശമ്പളത്തിൽ അപ്പപ്പോ കൂടുകയും ചെയ്യും. ഞാൻ നന്നായി വരണമെങ്കിൽ ഇക്കയുടെ അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. എന്നാ പോടാ. ഞാൻ എപ്പോഴേ റെഡി ആശാനെ. എന്നാ പോയിട്ട് വരേക്ക. ആ, നന്നായി വരും. വാടാ, ഒന്ന് കയറടാ. എപ്പ കേരിന്ന് വെച്ച പോലെ. ഈശ്വര, വണ്ടി എടുക്കാൻ പറ്റട്ടെ. നിർത്ത്, വണ്ടി എടുത്ത്. നീ ഇത് എവിടെ പോവാ? തങ്കച്ച, ആ ചെക്കൻ ആദ്യമായിട്ടൊരു ഓട്ടം പോവുക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. ഇതിവിടെ നടക്കില്ല. അപ്പോ പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് എന്റെ പണി നടക്കണ്ടേ?